നമസ്കാരം. പ്രേംകുമാറിന്റെ പോസ്റ്റ് വളച്ചൊടിച്ച് ടി സിദ്ദിഖിനെ അലക്കി ഒളിപ്പിക്കാൻ ശ്രമം നടത്തി മനോരമ. വെളുത്തില്ലല്ലേ, പോട്ടെ പുല്ല്. ദേശാഭിമാനി ലേഖകന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തായി മാറിയെന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് കാണണ്ടേ? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മുഴുവനായിട്ട് വാർത്ത കാണുക. കേരളത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഏത് രീതിയിലുള്ള വികാരമാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ അവരുടെ ഉറപ്പിൽ, അതായത് അവർ നൽകുന്ന ഉറപ്പിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാലും രണ്ടിനും ഉള്ള ഒരേ ഒരു ഉത്തരമാണ് ടി സിദ്ദിഖ് MLA-ക്കെതിരെ വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഉയർന്നു കേട്ട കൂകിവിളികൾ. ജനങ്ങളുടെ ആ പ്രതിഷേധം വയനാട് ദുരന്തത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സർക്കാരിനെതിരെ കള്ള പ്രചാരണം നടന്ന പ്രതിപക്ഷ നേതാവ് സതീശനെതിരെയുള്ള പ്രതിഷേധമാണ്. ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിവ് നടത്തി പുട്ടടിച്ച മാങ്കൂട്ടങ്ങൾക്കും വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദേശാടന പക്ഷികളായ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെയുള്ള കൂകലാണ്. ഈ യാഥാർത്ഥ്യം നന്നായി പ്രതിപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങളായ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്കും നന്നായി അറിയാൻ കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് വേണ്ടത്? ടി സിദ്ദിഖ് MLA വെളുപ്പിച്ചെടുക്കുക, അതുവഴി പ്രതിപക്ഷത്തെ വെളുപ്പിച്ചെടുക്കുക, അതായത് ഗംഭീരമായിട്ട് വൈറ്റ് വാഷ് ചെയ്യുക. അതിനുവേണ്ടി ഓവർ ടൈം പണിയെടുക്കുകയാണ് നമ്മുടെ മനോരമ. അങ്ങനെ ഇടത് സഹയാത്രികനായ പ്രേംകുമാറിന്റെ പോസ്റ്റ് വളച്ചൊടിച്ച് മനോരമ തലക്കെട്ടിലൂടെ അവരുടെ അജണ്ട, രാഷ്ട്രീയം കുത്തിവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കനകോലു സിദ്ധാന്തം നടപ്പിലാക്കി. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അത് സ്ക്രീനിൽ കാണാം. സിദ്ദിഖിനുണ്ടായ മനോവിഷമം അതുണ്ടാകാൻ പാടില്ലായിരുന്നു, അയാൾ നല്ല MLA എന്നാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. ഈ കുത്തിത്തിരിപ്പ് തലക്കെട്ടിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, സിദ്ദിഖിനെ വെള്ളപൂശി അതുവഴി പ്രതിപക്ഷത്തെ വെളുപ്പിക്കുക. അന്തിചർച്ചകളിലൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന മുഖമാണല്ലോ പ്രേംകുമാർ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അദ്ദേഹം പോലും അങ്ങനെ പറഞ്ഞോ എന്നൊരു തോന്നലുണ്ടാകും. അത് പ്രതിപക്ഷത്തിന് വലിയ മൈലേജ് കിട്ടും എന്നുള്ള കാര്യം നമ്മുടെ കനകോലു മനോരമയ്ക്ക് നന്നായി അറിയാം. എന്നാൽ അദ്ദേഹം അത് മാത്രമാണോ പറഞ്ഞത്? അത് നമുക്ക് എന്തായാലും വഴിയെ നോക്കാം. രണ്ടാമത്തെ ലക്ഷ്യം ഈ കൂകിവിളി ജനങ്ങളുടെ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രതിഷേധമാണെന്നാണ് LDF-ന്റെ വാദം എന്നെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഇരിക്കെ ഈ പോസ്റ്റ് വളച്ചൊടിച്ച് ഈ വിഷയത്തിൽ പാർട്ടി അനുഭാവികൾക്കിടയിൽ അല്ലെങ്കിൽ സഹയാത്രികർക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ഉള്ളതെന്ന് വരുത്തി തീർത്ത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള തന്ത്രം കൂടി ഈ വാർത്തയിലുണ്ട്. തലക്കെട്ടിൽ തെറ്റിദ്ധാരണ തോന്നിയാൽ പ്രേംകുമാറിനെതിരെ ഏതെങ്കിലുമൊക്കെ സഖാക്കൾ വന്ന് കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതും ഒരു വാർത്തയാക്കാമല്ലോ എന്നൊരു ലക്ഷ്യം കൂടി മനോരമയ്ക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. കാരണം പത്രം മനോരമയാണ്, ചാനൽ മനോരമയാണ്, ഓൺലൈൻ മനോരമയാണ്. പ്രേംകുമാറിന്റെ പോസ്റ്റിൽ മനോരമ ടൈപ്പ് ചെയ്യാൻ മറന്നുപോകുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് കാണണമെങ്കിൽ ആ പോസ്റ്റിന്റെ യഥാർത്ഥ പൂർണ്ണ രൂപം വായിക്കണം. അല്ലെങ്കിലും ഏത് ഇടത് സഹയാത്രികനോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മനോരമ അത് കുത്തിത്തിരിപ്പ് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ യഥാർത്ഥ വേർഷൻ നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. ഒരാൾ പ്രസംഗിക്കുമ്പോൾ കൂവാൻ പാടുണ്ടോ? ചൂരൽമലയിലെ ദുരന്തകാലത്തും അതിനുശേഷം പല രീതിയിൽ അവിടെ നടന്ന പുനരധിവാസ സഹായ പ്രവർത്തനങ്ങളിലും നന്നായി ഇടപെട്ട നല്ല കോൺഗ്രസ് MLA ആണ് ടി സിദ്ദിഖ്. അതിൽ പലതും എനിക്ക് നേരിട്ടറിയാവുന്നതുമാണ്. പക്ഷേ ടി സിദ്ദിഖിന്റെ പാർട്ടിയായ കോൺഗ്രസ് നാളിതുവരെ ജനകീയ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളോട് സഹകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പരമാവധി പരിഹസിക്കാനും പാരവെക്കാനും നോക്കിയവരാണ്. ഒറ്റ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞതാണ് അന്നത്തെ K. സുധാകരൻ. കള്ളങ്ങൾ മാത്രം പറഞ്ഞുരുണ്ട് കളിക്കുന്നവരാണ് സണ്ണി ജോസഫും VD സതീശനും. DYFI പിരിച്ചത് ഊരാളുങ്കലിന് കൊടുക്കാനല്ലേ എന്ന് മിനിഞ്ഞാന്നും പറഞ്ഞതാണ് മാങ്കൂട്ടന്റെ പിൻഗാമി. ഇവർക്കെതിരെ സംസാരിക്കാൻ സ്വാഭാവികമായും സംഘടനാപരമായ പരിമിതികൾ ഉണ്ടാകും സിദ്ദിഖിന്. ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് മനോരമ ടൈപ്പ് ചെയ്യാനും മനോരമ മനഃപൂർവ്വം മറക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷേ നേതാക്കൾ ചെയ്യുന്ന ഊളത്തരങ്ങളെ ന്യായീകരിക്കാതിരിക്കാമായിരുന്നു അദ്ദേഹത്തിന്. ആർക്ക്? സിദ്ദിഖിന്. വോട്ട് പിടിക്കാൻ വേണ്ടിയാണിപ്പോ വീട് കൊടുക്കുന്നതെന്ന് പറയാതിരിക്കാമായിരുന്നു പുള്ളിക്ക്. ഏതു പുള്ളിക്ക്? സിദ്ദിഖിന്. അത് മനഃപൂർവ്വം, ആ വാചകങ്ങൾ മനഃപൂർവ്വം മനോരമ മുക്കുകയാണ്. എന്നിട്ട് MLA സൂപ്പറാണെന്ന് പറഞ്ഞു ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ തലക്കെട്ട് കൊടുക്കുകയാണ്. ബാക്കി കൂടി കേട്ടോളൂ. ഇന്നത്തെ മനോഹരമായ ചടങ്ങിൽ കുറെ ആളുകൾ ടി സിദ്ദിഖിനെ കണ്ടത് സ്ഥലം MLA ആയല്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയാവണം. അതുകൊണ്ടാകും അവർ കൂവിപ്പോയതെന്ന് തോന്നുന്നു. ആപ്പിട്ടി പിരിച്ച ആപ്പ് പോലും മുക്കിയ ഉടായ്പ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നേൽ കൂവൽ മുഴുവൻ അങ്ങോട്ട് പോയിരുന്നേനെ. കൂവൽ തുടങ്ങിയ നേരത്ത് ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് അത് തടയാൻ ശ്രമിക്കുന്ന സഖാവ് വസീഫ് മനോഹരമായ കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു നല്ല ചടങ്ങിൽ കൂവൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ്. ഇനിയിപ്പോ ഒരാൾ പ്രസംഗിക്കുമ്പോൾ കൂവാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ?
IFKയിൽ രഞ്ജിത്ത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൂവുന്നത് കണ്ടിട്ട് കൈയടിച്ചിട്ടുണ്ട് ഞാൻ. നാളെ മോദി പിന്നെയും വയനാട്ടിൽ വന്ന് ബഡായി പ്രസംഗിച്ചാൽ കൂവണമെന്ന് തന്നെയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ കൂവാനേ പാടില്ലെന്ന് പറയാൻ പാടില്ലല്ലോ. എന്നാലും സിദ്ദിഖിനുണ്ടായ മനോവിഷമം അതുണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രേംകുമാർ പറഞ്ഞിട്ടുള്ളത്. കേട്ടല്ലോ. അപ്പോ നേതാക്കൾ ചെയ്യുന്ന ഊളത്തരങ്ങളെ ന്യായീകരിക്കാതെ ഇരിക്കാമായിരുന്നു അദ്ദേഹത്തിന്. വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോ വീട് കൊടുക്കുന്നതെന്ന് പറയാമായിരുന്നു പുള്ളിക്ക് എന്ന് പ്രേംകുമാർ പറഞ്ഞ ഈ വാക്കുകളിൽ സിദ്ദിഖിനെ നന്നായി തന്നെ പ്രേംകുമാർ വരച്ചു കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടല്ല ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ മനോരമ ഞങ്ങൾ അത് കാണില്ല എന്നും പ്രേക്ഷകരെ കാണിക്കില്ല എന്നും വാശി പിടിച്ചാൽ എന്താ ചെയ്യുക? എന്തോ ആകട്ടെ, ഇതിന് പിന്നാലെ VD സതീശന് കിട്ടിയതാണ് കേട്ടോ 8ന്റെ പണി. T സിദ്ദിഖിനെ വെളുപ്പിച്ചെടുത്ത് സ്വയം വൈറ്റ് വാഷ് അടിക്കുന്നതിനിടെ ദേശാഭിമാനി റിപ്പോർട്ടർ ലേഖകൻ പ്രതിപക്ഷ നേതാവിനെ എടുത്തുടുത്തു എന്ന് പറയാതെ വയ്യ. ഇത്രയും നേരം അങ്ങ് പറഞ്ഞത് ഉളുപ്പില്ലാത്ത നുണകളാണെന്ന് സതീശന്റെ മുഖത്ത് നോക്കി ഇന്ന് ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ നുണകളെല്ലാം കേട്ട് അങ്ങ് സഹിക്കാൻ കഴിയാതെ അങ്ങ് പറഞ്ഞു. സതീശന്റെ ന്യായീകരണ നുണ ഫാക്ടറിക്ക് തീയിട്ടതോടെ പിന്നീട് സംഭവിച്ച കാഴ്ച നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. നിങ്ങൾ ഒരാൾ സംസാരിക്കല്ലേ, നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ ദേവി. ഇവിടെ ആളുകൾ ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, പറയാൻ പറ്റില്ല. കേട്ടല്ലോ, നട്ടലുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുമ്പിൽ കിടന്ന് ഇഴയുന്ന VD സതീശനെ. എത്രയധികം മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമം എന്നെങ്കിലും ഈ നുണകൾ കേട്ടിട്ട് ഇത് നുണയല്ലേടോ സതീശ എന്ന് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒട്ടുമിക്ക കനകൂലുവിന്റെ മാധ്യമങ്ങളും പഞ്ചപുച്ഛമടക്കി ഈ നുണയ്ക്ക് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ പ്രചാരണം കൊടുത്തുകൊണ്ട് ചൂട്ടും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ചില ദേശാഭിമാനിയും കൈരളിയും ഒക്കെ അല്ലെങ്കിൽ റിപ്പോർട്ടറും ഒക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കാനുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, 2024 ജൂലൈ 30 ഉരുൾപൊട്ടലിൽ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലൊക്കെയായി 403 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആയിരക്കണക്കിന് മുകളിൽ ആളുകളുടെ ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ മണ്ണിനടിയിലായി. എന്നാൽ എന്താണ് പ്രതിപക്ഷത്തിന് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു രീതിയിൽ ആ പാവങ്ങൾക്ക് അവരുടെ അതിജീവനത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ഞങ്ങളുടെ ഇപ്പൊ വീട് വെച്ച് തരുമെന്ന് പറഞ്ഞ പാവങ്ങളെ പറ്റിച്ചില്ലേ? ഇപ്പോഴും ഈ ഇലക്ഷന് കുറച്ച് മാസം മാത്രം ബാക്കിയൊക്കെ കല്ലിട്ടുകൊണ്ട് പോയിട്ടുണ്ട് ഈ ദേശാടനക്കിളികളായിട്ടുള്ള നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും സംഘവും ഒക്കെ. കല്ലിനു മേളിൽ കല്ല് വെച്ച് പണ്ടേ ശീലമില്ലല്ലോ കോൺഗ്രസിന്. അതുകൊണ്ട് ആ കല്ലിനു മേളിൽ കല്ല് വെച്ച് ഒരു വീടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുമില്ല കേട്ടോ. കല്ലിനു മേളിൽ കല്ല് വെച്ച് വീടാക്കി ഇങ്ങനെ കൈമാറണമെങ്കിൽ അതിന് LDF കൂടെ വേണം എന്നുള്ള കാര്യം മറ്റൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പോ എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്വഭാവം ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് ദുരന്ത ബാധിതരെ പല രീതിയിലും ചൂഷണം ചെയ്തുകൊണ്ട് അവരെ സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ടൊക്കെ സതീശനും സംഘവും കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ? മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ കാണിച്ച അതേ അവഗണന നമ്മുടെ UDF MP-മാരും കാണിച്ചില്ലേ? എപ്പോഴെങ്കിലും ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി അവർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ ഈ പ്രിയങ്ക ഗാന്ധിയും UDF MP-മാരും? ഇല്ലേ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉത്തരം. ഇവിടുന്ന് ജയിച്ചു പോയ ഒരു MP ഉണ്ടല്ലോ, സുരേഷ് ഗോപി, 5 പൈസയുടെ മിഠായി അവിടുത്തെ ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു രൂപയെങ്കിലും? ഇല്ലേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ വ്യക്തികളാണ് ഒരു ഭാഗത്തുള്ളത്. എന്നിട്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ, ഒരു സർക്കാർ കൊടുത്ത ഉറപ്പുകളെല്ലാം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് അവതരിക്കുകയാണ്. സ്വാഭാവികമായും ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകും. കാരണം അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ മുഴുവൻ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞൊക്കെ രംഗത്തേക്ക് വരുമ്പോൾ ആരാണ് അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് അറിയാവുന്ന ജനങ്ങൾ ഈ രീതിയിലൊക്കെ കൂകി ഓടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും വയനാട് ദുരന്ത ബാധിതരെ വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ പല എട്ടുകാലി മമ്മൂഞ്ഞുകൾക്കും കിട്ടിയ ഒരു അടി തന്നെയാണിത്. ഇത് എത്ര വെളുപ്പിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും വെളുക്കില്ല മനോരമ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.